എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ശരിയായ വിശ്വാസവും അന്ധവിശ്വാസവും തമ്മിൽ എങ്ങനെ തിരിച്ചറിയാം? ഒരു പാസ്റ്ററുടെ കാഴ്ചപ്പാടിലൂടെ ഈ വിഷയത്തെക്കുറിച്ച് നമുക്ക് ലളിതമായി ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഇതൊരു വലിയ ചോദ്യമാണ്, അല്ലേ? നമ്മൾ വിശ്വസിക്കുന്ന പല കാര്യങ്ങളുമുണ്ട്. പക്ഷേ അതിലേതൊക്കെയാണ് ശരിക്കും അടിസ്ഥാന സത്യങ്ങൾ? ഏതൊക്കെയാണ് നമ്മൾ കാലങ്ങളായി കേട്ടുപോരുന്ന കഥകളും പാരമ്പര്യങ്ങളും? ഇത് വേർതിരിച്ചെടുക്കുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. നമുക്കിതിലേക്ക് കുറച്ചുകൂടി ആഴത്തിലൊന്നിറങ്ങിച്ചെല്ലാം. ഈ ഒരു വിഷയത്തിൽ നമ്മൾ പ്രധാനമായും രണ്ട് ആശയങ്ങളെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. ഒന്ന്, ശരിയായ ഉപദേശം. രണ്ട്, അന്ധവിശ്വാസം അല്ലെങ്കിൽ കേട്ടുകേൾവികൾ. ഇവ രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നമുക്ക് നോക്കാം. ഒരു വശത്ത് നമുക്ക് ശരിയായ ഉപദേശമുണ്ട്. അതിന്റെ ഉറവിടം ദൈവികമാണ്, നമുക്കത് പരിശോധിക്കാൻ കഴിയും, അതുപോലെ അത് നമ്മുടെ ജീവിതത്തിൽ പ്രയോജനം ചെയ്യുന്ന ഒന്നാണ്. ഇനി മറുവശത്തേക്ക് നോക്കിയാലോ, അവിടെയാണ് അന്ധവിശ്വാസങ്ങളും കേട്ടറിവുകളും വരുന്നത്. അതിന്റെയൊക്കെ ഉറവിടം പലപ്പോഴും ലൗകികമായിരിക്കും. നമുക്കതൊന്നും ശരിയാണോന്ന് ഉറപ്പിക്കാൻ പറ്റില്ല. പിന്നെ അതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോയെന്ന് ചോദിച്ചാൽ അതിനും ഉറപ്പൊന്നുമില്ല. അപ്പോ നമുക്കാദ്യം ഈ ശരിയായ ഉപദേശം എന്ന് പറയുന്ന സംഗതി എന്താണെന്ന് വിശദമായിട്ട് നോക്കാം. ഒരു പഠിപ്പിക്കൽ ദൈവത്തിൽ നിന്നുള്ളതാണ്, അത് ശരിയാണ് എന്ന് നമുക്ക് എങ്ങനെയാണ് ഉറപ്പിക്കാൻ കഴിയുക? വളരെ സിമ്പിളായിട്ട് പറഞ്ഞാല്, ശരിയായ ഉപദേശം എന്ന് പറയുന്നത് ദൈവത്തിൽ നിന്നുള്ളതാണെന്ന് വിശ്വസിക്കപ്പെടുന്ന ഒന്നാണ്. അത് നമ്മുടെ ചോദ്യങ്ങൾക്ക് വളരെ വ്യക്തമായ ഉത്തരം തരും. നമ്മുടെ ആത്മീയ ജീവിതത്തിലും വ്യക്തിപരമായ ജീവിതത്തിലുമൊക്കെ പ്രയോജനങ്ങൾ കൊണ്ടുവരും. ഏറ്റവും പ്രധാനമായി നമുക്കത് വിശുദ്ധ ഗ്രന്ഥങ്ങളിലൂടെ ശരിയാണോ എന്ന് പരിശോധിക്കാനും പറ്റും. അപ്പോ നിങ്ങൾക്കൊരു പഠിപ്പിക്കൽ കിട്ടുമ്പോൾ അത് ശരിയാണോ എന്ന് എങ്ങനെ ടെസ്റ്റ് ചെയ്യാം? അതിനുള്ള ചില അടയാളങ്ങളാണിത്. ഒന്നാമതായി, അത് നിങ്ങളുടെ എല്ലാ സംശയങ്ങൾക്കും ഉത്തരം നൽകുന്നുണ്ടോ? രണ്ടാമത്, അതിന് ദൈവത്തിന്റെ ഒരു സാക്ഷ്യമുണ്ടോ, ചിലപ്പോൾ അത്ഭുതങ്ങളിലൂടെയോ മറ്റോ? മൂന്നാമതായി, അത് നിങ്ങളുടെ ആത്മാവിനും ശരീരത്തിനും മനസ്സിനും ഗുണം ചെയ്യുന്നുണ്ടോ? പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ബൈബിളിൽ ഇതിന് എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ എന്ന് നോക്കുക. ഇതിനൊരു നല്ല ഉദാഹരണമാണ് പൗലോസ് അപ്പൊസ്തലന്റെ ഈ വാക്കുകൾ. അദ്ദേഹം പറയുന്നു, ക്രിസ്തു തിരുവെഴുത്തുകളിൻ പ്രകാരം നമ്മുടെ പാപങ്ങൾക്കുവേണ്ടി മരിച്ചു. ഇവിടെ അദ്ദേഹം ഊന്നിപ്പറയുന്നൊരു കാര്യമുണ്ട്. തിരുവെഴുത്തുകളിൻ പ്രകാരം, അതായത് ഇത് അദ്ദേഹം സ്വന്തമായുണ്ടാക്കിയൊരു കഥയല്ല, മറിച്ച് ദൈവവചനത്തിൽ അടിസ്ഥാനമുള്ള ഉറപ്പുള്ളൊരു സത്യമാണ്. ഇതാണ് ശരിയായ ഉപദേശത്തിന്റെ ഒരു ലക്ഷണം. ശരി, അപ്പോൾ ശരിയായ ഉപദേശം എന്താണെന്ന് നമുക്കൊരു ധാരണ കിട്ടി. ഇനി നമുക്ക് നാണയത്തിന്റെ മറുവശത്തേക്ക് പോകാം. അതായത് അന്ധവിശ്വാസങ്ങളെയും കേട്ടറിവുകളെയും പറ്റി സംസാരിക്കാം. എന്താണിവ? എങ്ങനെയാണിവരെ തിരിച്ചറിയുക? ഇവിടെയാണ് പ്രധാന വ്യത്യാസം വരുന്നത്. അന്ധവിശ്വാസം എന്ന് പറയുന്നത് സാധാരണയായി പാരമ്പര്യങ്ങളെയോ ആരുടെങ്കിലും ദർശനങ്ങളെയോ അല്ലെങ്കിൽ വെറും കഥകളെയോ ഒക്കെ അടിസ്ഥാനമാക്കിയുള്ളതായിരിക്കും. ഇതിന് തിരുവെഴുത്തിലെ യാതൊരു അടിസ്ഥാനവും കണ്ടെത്താൻ കഴിഞ്ഞെന്ന് വരില്ല. പലപ്പോഴും ഇവ നമുക്ക് ഉത്തരങ്ങൾ തരുന്നതിന് പകരം കൂടുതൽ ചോദ്യങ്ങളും സംശയങ്ങളും ഉണ്ടാക്കുകയാണ് ചെയ്യുക. നമുക്ക് കുറച്ച് ഉദാഹരണങ്ങൾ നോക്കിയാലോ? അപ്പോൾ ഇത് കുറച്ചുകൂടി വ്യക്തമാവും. ഒന്നാമത്തെ ഉദാഹരണം, കുരിശിന്റെ തടി. അതായത് യേശുവിനെ ക്രൂശിച്ച ആ യഥാർത്ഥ കുരിശിന്റെ ഒരു കഷ്ണം 2000 വർഷമായി കൈമാറി വരുന്നു എന്നൊരാൾ പറയുന്നു എന്നിരിക്കട്ടെ. നമ്മൾ എങ്ങനെയാണത് വിശ്വസിക്കുക? അത് ശരിയാണോ എന്ന് പരിശോധിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ? ഇനി അഥവാ അത് വിശ്വസിച്ചാൽ തന്നെ അതുകൊണ്ട് നമുക്ക് എന്ത് ആത്മീയ ഗുണമാണ് ലഭിക്കാൻ പോകുന്നത്? അതുപോലത്തെ മറ്റൊരു കഥയാണ് വെറോണിക്കയുടെ തൂവാല. യേശുവിന്റെ മുഖം തുടച്ചപ്പോൾ ആ രൂപം തൂവാലയിൽ പതിഞ്ഞു എന്നൊരു ഐതിഹ്യമുണ്ട്. കേൾക്കാൻ നല്ല രസമുള്ള, ഒരുപക്ഷെ പ്രചോദനം നൽകുന്ന ഒരു കഥയായിരിക്കാമിത്. പക്ഷെ പാസ്റ്റർ പറയുന്നതനുസരിച്ച് ഇതൊരു ശക്തമായ കഥയാണെന്നേയുള്ളൂ, അല്ലാതെ ബൈബിളിൽ പറയുന്ന ഒരു അടിസ്ഥാന ഉപദേശമല്ല. ഇനി മൂന്നാമത്തെ ഉദാഹരണം നോക്കൂ, ബെഥേസ്ദാ കുളം. അവിടെ ഒരു വിശ്വാസമുണ്ടായിരുന്നു, ഒരു മാലാഖ വന്ന വെള്ളം കലക്കും, അപ്പോ ആദ്യം ഇറങ്ങുന്ന ആളുടെ രോഗം മാറുമെന്ന്. ഇത് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ചില ചോദ്യങ്ങൾ വരുമല്ലേ? പാസ്റ്ററും അത് തന്നെയാണ് ചോദിക്കുന്നത്. എന്തുകൊണ്ടാണ് ഒരാൾക്ക് മാത്രം സൗഖ്യം കിട്ടുന്നത്? അപ്പോൾ ദൈവം പക്ഷപാതം കാണിക്കുകയാണോ? കണ്ടോ, ശരിയായ ഉപദേശം ദൈവത്തെക്കുറിച്ച് നമുക്ക് വ്യക്തത തരുമ്പോൾ ഇത്തരം കഥകൾ കൂടുതൽ സംശയങ്ങളിലേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. ഓക്കേ, അപ്പോൾ ശരിയായ ഉപദേശവും അന്ധവിശ്വാസവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നമുക്ക് ഏകദേശം മനസ്സിലായി. ഇനിയിപ്പോൾ ഒരു പഠിപ്പിക്കൽ കേൾക്കുമ്പോൾ അത് സത്യമാണോ അതോ വെറും പാരമ്പര്യമാണോ എന്ന് തിരിച്ചറിയാൻ നമ്മളെ സഹായിക്കുന്ന ഒരു ലിറ്റ്മസ് ടെസ്റ്റ് പോലെ എന്തെങ്കിലും ഉണ്ടോ? ഉണ്ട്. അതാണ് നമ്മൾ അടുത്തതായി കാണാൻ പോകുന്നത്. ഇതൊരു സിമ്പിൾ 3 സ്റ്റെപ്പ് പ്രോസസ്സാണ്. നിങ്ങൾ കേൾക്കുന്ന ഏതൊരു പഠിപ്പിക്കലിനെയും ഈ 3 ചോദ്യങ്ങൾ വെച്ച് ഒന്ന് അളന്നു നോക്കുക.
ഒന്നാമത്തെ ചോദ്യം, ഇതിന് ബൈബിളിൽ അടിസ്ഥാനമുണ്ടോ? രണ്ടാമത്തെ ചോദ്യം, ഇത് നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും നല്ല മാറ്റം, അതായത് ആത്മീയ ഫലം കൊണ്ടുവരുന്നുണ്ടോ? മൂന്നാമത്തെ ചോദ്യം, ഇത് നിങ്ങളുടെ സംശയങ്ങൾക്ക് ഉത്തരം തരുന്നുണ്ടോ അതോ കൂടുതൽ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കുകയാണോ? അതുകൊണ്ട് ഈ വാക്യത്തിൽ പറയുന്നതുപോലെ നിങ്ങൾ പഠിച്ചതും നിങ്ങൾക്ക് ഉറപ്പുള്ളതുമായ കാര്യങ്ങളിൽ നിലനിൽക്കുക. കേട്ടുകേൾവികളുടെ പിന്നാലെ പോകാതെ ഉറപ്പുള്ള അടിസ്ഥാനത്തിൽ നിങ്ങളുടെ വിശ്വാസം പണിയുക. അതാണ് ശരിയായ ഉപദേശത്തിന് ചേർന്ന കാര്യം. ഇങ്ങനെ ശരിയായ ഉപദേശത്തെയും അന്ധവിശ്വാസത്തെയും വേർതിരിക്കുന്നത് വെറുമൊരു അക്കാഡമിക് എക്സസൈസ് അല്ല. പാസ്റ്ററുടെ കാഴ്ചപ്പാടിൽ ഇതിന് വലിയ പ്രത്യാഘാതങ്ങളുണ്ട്. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഇതെന്തുകൊണ്ടാണ് ഇത്രയധികം പ്രാധാന്യമർഹിക്കുന്നത്? നമുക്ക് നോക്കാം. അടിസ്ഥാനമില്ലാത്ത വിശ്വാസങ്ങളെ പിന്തുടരുന്നതുകൊണ്ടുള്ള ചില അപകടങ്ങളാണിത്. ഒന്നാമതായി, നമ്മുടെ ആത്മീയമായ എല്ലാ അധ്വാനവും വെറുതെയായി പോകാം. രണ്ടാമത്, യഥാർത്ഥത്തിൽ നമുക്ക് പ്രയോജനം ചെയ്യുന്ന സത്യങ്ങളിൽ നിന്ന് നമ്മൾ ഒരുപാട് അകന്നുപോയേക്കാം. മൂന്നാമതായി, ദൈവത്തെക്കുറിച്ച് തെറ്റായതും ആശയക്കുഴപ്പം നിറഞ്ഞതുമായൊരു ചിത്രം നമ്മുടെ മനസ്സിലുണ്ടാകാം. ചിലപ്പോൾ നമ്മൾ നമ്മുടെ വിശ്വാസം തന്നെ ഉപേക്ഷിക്കാൻ ഇത് കാരണമായേക്കാം. അപ്പോ ഈ പാസ്റ്ററുടെ കാഴ്ചപ്പാടില് നമ്മുടെ ആത്യന്തികമായ ലക്ഷ്യം എന്തായിരിക്കണം? അത് വളരെ സുസ്ഥിരമായ, നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന, നമ്മുടെ ജീവിതത്തിൽ നല്ല ഫലങ്ങളുണ്ടാക്കുന്നൊരു വിശ്വാസം കെട്ടിപ്പടുക്കുക എന്നതാണ്. നമ്മളെ വഴിതെറ്റിക്കാനും ആശയക്കുഴപ്പത്തിലാക്കാനും സാധ്യതയുള്ള വിശ്വാസങ്ങളെ തിരിച്ചറിഞ്ഞ് ഒഴിവാക്കുക എന്നതും അതിൽപ്പെടും. അപ്പോ ഈ വിവരണം ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ ഒരു ചോദ്യം ഞാൻ നിങ്ങൾക്കായി വിട്ടുതരികയാണ്. നിങ്ങൾ വിശ്വസിക്കുന്ന കാര്യങ്ങളിൽ എവിടെയാണ് നിങ്ങൾ അടിസ്ഥാന തത്വങ്ങളും കാലങ്ങളായി ആദരിക്കപ്പെട്ടു പോരുന്ന അന്ധവിശ്വാസങ്ങളും തമ്മിൽ ഒരു അതിർവരമ്പ് വരയ്ക്കുന്നത്? ഇതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കുന്നത് തീർച്ചയായും നമുക്കെല്ലാവർക്കും പുതിയ ചില ഉൾക്കാഴ്ചകൾ നൽകും.